നമ്മൾ ആലോചിച്ചൊക്കെ പല സൊസൈറ്റിയിലുണ്ട് സ്ത്രീകൾ മുഴുവൻ മറഞ്ഞു പോകുന്നവർ. ഇപ്പോൾ ക്രൈസ്തവരുടെ കന്യാസ്ത്രീകളെ തന്നെ നമ്മൾ പരിശോധിക്കുക. അവർ മുഴുവൻ മറച്ചിട്ടാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകൾക്ക് അങ്ങനെ? അവർ വിശുദ്ധരാണെന്നാണ് വിശദീകരണം. ഓക്കെ, നമുക്ക് സമ്മതിക്കാം. ഇസ്ലാം ഏതാനും സ്ത്രീകളെ മാത്രമല്ല മൊത്തം സ്ത്രീകളെയും വിശുദ്ധകളായി കണക്കാക്കുന്നു. അതുകൊണ്ട് അവർക്ക് വളരെ മാന്യമായ ഡ്രസ് കോഡ് ഇസ്ലാം നിശ്ചയിച്ചു കൊടുക്കുന്നു. വിശുദ്ധകളാകയാൽ കന്യാസ്ത്രീകൾക്ക് ഡ്രസ്സ് പൂർണ്ണമായും ധരിക്കേണ്ടി വരുന്നുവെങ്കിൽ ആ ഡ്രസ്സ് തലയിൽ നിന്നൊന്ന് എടുത്താൽ പരീക്ഷയ്ക്ക് പ്രവേശിക്കാം എന്ന് നിയമം വരുമ്പോൾ ആ ഡ്രസ്സ് മാറ്റൽ ഒരിക്കലും സാധ്യമല്ല, പരീക്ഷ മുടങ്ങിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കാൻ മാത്രം തീവ്രമാണ് അവരുടെ ഡ്രസ് കോഡെങ്കിൽ, എല്ലാ സ്ത്രീകളെയും വിശുദ്ധരായി കണക്കാക്കുന്ന, വിശുദ്ധകളായി കണക്കാക്കുന്ന പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ത്രീയും തലമറച്ചിരിക്കണം. പുറത്തിറങ്ങുമ്പോൾ അവൾക്ക് തലമറക്കാതിരിക്കാൻ പറ്റുന്ന മറ്റു രീതിയിലുള്ള ഔറത്തുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന രംഗങ്ങളുണ്ട്. അതും കൃത്യമായി പരിശുദ്ധ മതം പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അന്നൂറിന്റെ 31-ാം വചനം വളരെ ദീർഘമായ സൂക്താണ്. ആരുടെയൊക്കെ മുന്നിൽ ഈ പൂർണ്ണമായ ഔറത്ത് ഉപേക്ഷിക്കാമെന്ന് കൃത്യമായി ആ വാക്യത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. സമയാനുസരണം നമുക്ക് അങ്ങോട്ട് പോകണം. വിശുദ്ധകളായി പെണ്ണുങ്ങളെ മൊത്തം കാണുന്ന പരിശുദ്ധ ഇസ്ലാമിന് അവരെ മുഴുവൻ മൂടിയിട്ട് തന്നെ സംരക്ഷിക്കണം എന്ന നിയമം, അത് ഇസ്ലാം പറയുമ്പോൾ ആകെ മൊത്തം ഒരു വിവാദമാക്കിയിട്ട് മാറ്റുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും അനുവദിക്കാൻ കഴിയില്ല. ഇത് മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ്, മതസ്വാതന്ത്ര്യത്തിൻ്റെ നാടാണ്. ഇന്ത്യൻ ഭരണഘടനയെ നൽകുന്ന എല്ലാ അവകാശങ്ങളും അംഗീകരിക്കണമെന്ന് നിർബന്ധമായും അവകാശം എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന നാടാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25-ഉം 26-ലൊക്കെ പറയുന്ന മതസൗഹാർദ്ദത്തിന് യൂണിഫോമോ മറ്റോ വിരുദ്ധമല്ലെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തലമറക്കുന്ന വിഷയത്തിലാണ് ഈ പുതിയ വിവാദങ്ങളൊക്കെ ഉണ്ടായത്. നമ്മൾ ഈ വിവാദം സൃഷ്ടിച്ച ആളുകളുടെ മതഗ്രന്ഥങ്ങളൊന്ന് പരിശോധിച്ചാൽ അങ്ങനെ ഉണ്ടാവും. പുതിയ നിയമം ബൈബിളിലെ 1 കൊരിന്തോസ് 11-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് വായിക്കാം. അതിൻ്റെ 5-6 വചനങ്ങൾ. ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തൻ്റെ ശിരസിനെ അപമാനിക്കുന്നു. അവളുടെ തല മുണ്ഡനം ചെയ്യുന്നതിന് തുല്യമാണത്. സ്ത്രീ ശിരോവസ്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ മുടി മുറിച്ചു കളയട്ടെ. മുടി മുറിക്കുന്നതും തല ക്ഷൗരം ചെയ്യുന്നതും അവൾക്ക് ലജ്ജാകരമെങ്കിൽ ശിരോവസ്ത്രം ധരിക്കട്ടെ. ഇതാണ് ബൈബിൾ. ഇത് ഏതെങ്കിലും കന്യാസ്ത്രീകളെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത്. നേരെ മറിച്ച് ഏതൊക്കെ സ്ത്രീകളുണ്ടോ അവരെല്ലാവരും പാലിക്കേണ്ടത്, അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ ഭാഗമായി അവർ പാലിക്കേണ്ടത്. തല മറക്കുന്നില്ലെങ്കിൽ തല മുണ്ഡനം ചെയ്യണം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വേദഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അത് ഈ ബൈബിൾ മാത്രമാണ്. തല മറക്കുന്നില്ലെങ്കിൽ തല മുണ്ഡനം ചെയ്യണം. ഇത് തന്നെ കുറച്ച് താഴേക്ക് നമ്മളൊന്ന് പോയിട്ടുണ്ടെങ്കിൽ, പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടത് സ്ത്രീക്ക് വേണ്ടിയല്ല, സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷന് വേണ്ടിയാണ്. ഇതേ അധ്യായത്തിന്റെ 1 കൊരിന്തോസിന്റെ 11-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ്. ഇനി അതിന്റെ തന്നെ ഈ അധ്യായത്തിന്റെ തന്നെ 13-ാമത്തെ വാക്യം വായിക്കാം. സ്ത്രീ തലമറക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുവീൻ. ഇനി നമ്മുടെ പുതിയ കാലത്തുള്ള ചില കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നീണ്ട മുടി പുരുഷൻ അപമാനമാണെന്നും